ഹൽവ കോഴിക്കോട് ആര് രുചിക്കുമെന്ന് അറിയണം. ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കണക്കുകളാണ്. കണക്കുകൾ വിശദീകരിക്കാം. മാധു, ഏത് ഹൽവയാണ് മാധുവിന് ഇഷ്ടം? എന്താണ് തോന്നുന്നത്? ഹൽവ ആര് കഴിക്കും? ഇപ്പം ഹൽവയുടെ കാര്യം റോഷ്നി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് നിങ്ങൾ 2 ദിവസം കോഴിക്കോട് നിന്നത് എന്നുള്ളത്. ഇപ്പം വിനീത് ചോദിക്കുന്നുണ്ടായിരുന്നു, അത് ആത്മാർത്ഥമായി ചോദിച്ചാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ റോഷ്നിക്ക് അങ്ങനെ ഒരു ആത്മാർത്ഥത കുറവുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇതിപ്പോ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് 13 സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 13 സീറ്റുകളിൽ കഴിഞ്ഞ തവണ കൊടുവള്ളി വടകര മാത്രമാണ് UDF ഒപ്പം നിന്നത്. ബാക്കി 11ഇടത്തും LDF തേരോട്ടം നടന്നതാണ്. ഈ കോഴിക്കോടിന് പ്രാധാന്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ജയിക്കുന്ന സീറ്റുകളുണ്ടല്ലോ, അവിടെ നിന്ന് ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം പ്രധാനമാണ്. ഈ പറയുന്ന കേവല ഭൂരിപക്ഷം കടന്ന് മുന്നോട്ട് തരംഗമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മുന്നോട്ട് എത്ര മുന്നണികൾ പോകും എന്നത് വ്യക്തമാകണമെങ്കിൽ, കാരണം 13 സീറ്റുള്ള ഒരു ജില്ലയാണ് എന്നത്. ഇനി തദ്ദേശത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ആകെ 13 സീറ്റുകൾ ഉള്ളതിൽ LDF 3ഇടത്തേക്ക്, ആ നമ്പറിന്റെ വ്യത്യാസവും നോക്കൂ, LDF 11-ൽ നിന്ന് 3-ലേക്ക് തദ്ദേശത്തിലേക്ക് വന്നപ്പോൾ ചുരുങ്ങിപ്പോയി. UDF ആകട്ടെ 2-ൽ നിന്ന് 10 സീറ്റുകളിലേക്ക് മുന്നോട്ട് വരികയും ചെയ്തു. ഇത്തവണ LDF സംബന്ധിച്ചിടത്തോളം LDF 4 മണ്ഡലങ്ങളിൽ, അതായത് ഈ തദ്ദേശത്തിന്റെ ഒരു റിസൾട്ട് നമ്മൾ നിയമസഭയുടെ പാറ്റേണിലേക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ 4 മണ്ഡലങ്ങളിൽ മുന്നേറിയിട്ടുണ്ട് LDF എന്നുള്ളതാണ് അവരുടെ തന്നെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് നൽകുന്ന നമ്പർ എന്ന് പറയുന്നത്. മുകൾ ഘടകങ്ങളിലേക്ക് കൊടുത്തത് 4 എന്ന നമ്പറാണ്. മറ്റിടങ്ങളിലേക്ക് ഒരുപക്ഷെ UDF വെന്നിക്കൊടി പാറിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് LDF കരുതുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ നിന്ന് LDF ഒരൊറ്റ MLA പോലും ഉണ്ടാകില്ല എന്നാണ് ഇന്നും പ്രവീൺകുമാർ അടക്കം വെല്ലുവിളിച്ചത്. നമുക്ക് വളരെ ആകാംക്ഷയോടെയും കാത്തിരിക്കേണ്ടുന്ന ഒരു റിസൾട്ടാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരാനിരിക്കുന്നത്. അതാണ് മാധു, കോഴിക്കോട് നിർണ്ണയിക്കും ഒരുപക്ഷെ UDF ഭാവി എന്നതാണ്. ശരത്ത്, നോക്കൂ, മാധു പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും വലിയ രീതിയിലുള്ള മുന്നേറ്റം UDF ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പാറ്റേൺ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുകയാണെങ്കിൽ കോഴിക്കോട് നിർണ്ണയിക്കും UDF ഭരിക്കണോ വേണ്ടയോ എന്നത്. ഒപ്പം എറണാകുളം ഉണ്ടെങ്കിൽ പോലും കോഴിക്കോടാണ് ഏറെ നിർണായകമായി വരാൻ പോകുന്നത്. ശരത്ത്, ഇതിൽ എത്ര സീറ്റുകൾ പിടിക്കും UDF ഇത്തവണ? എന്താണ് കണക്ക് കൂട്ടൽ? വിനിത, കോഴിക്കോട് ഈ പറയുന്നത് പോലെ തന്നെ കേരളത്തിൽ ഇത്തവണ ആര് അധികാരത്തിൽ വരും എന്നതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ കോഴിക്കോട് ജില്ലയിലേക്ക് കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. കാരണം UDF എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തവണ 2 സീറ്റുകളിലാണ് UDF വിജയിച്ചതെങ്കിൽ ഇത്തവണ 8 സീറ്റ് വരെ UDF വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് പോലും കടക്കും. നേരത്തെ പറഞ്ഞതുപോലെ പ്രവീൺകുമാർ 10 അല്ലെങ്കിൽ 13 സീറ്റിലും UDF വരുമെന്നൊക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയത്ത് LDF ഇത്തവണ 4 സീറ്റ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് ബേപ്പൂർ, കോഴിക്കോട് നോർത്ത്, ഒപ്പം ബാലുശ്ശേരി, അതേപോലെ തന്നെ പേരാമ്പ്രയും അടക്കമുള്ള മണ്ഡലങ്ങളാണ്. ഇങ്ങനെ 4 മണ്ഡലങ്ങളിൽ LDF വിജയം, എലത്തൂർ അടക്കമുള്ള 4 മണ്ഡലങ്ങളാണ്. ഇവിടെ LDF വിജയം ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറം കടുത്ത മത്സരങ്ങൾ നടന്നെങ്കിൽ പോലും മറ്റുള്ള, അതായത് തിരുവമ്പാടി, കുന്നമംഗലം, കൊയിലാണ്ടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ പരാജയപ്പെടുമെന്നുള്ള LDF കണക്കാക്കുന്നില്ല. ഇവിടങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം അത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിജയം LDF ഉണ്ടാകും. എന്നിരുന്നാലും കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു തിരിച്ചടി LDF പ്രതീക്ഷിക്കുകയും ചെയ്യും. ബേപ്പൂർ വലിയ ഉറ്റുനോക്കുന്നതാണ്. ഇന്നിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഡോക്ടർ അരുണിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം ഞാൻ നേടും, നാളെ നമുക്ക് ഈ സമയത്ത് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവറിന്റെ വെല്ലുവിളിയും വല്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു. അൻവറിന്റെ വെല്ലുവിളി റിയാസ് ഒരിക്കലും ഏറ്റെടുത്തിട്ടില്ല. ഇതൊന്നും ഗുസ്തി മത്സരമല്ല എന്നാണ് പറഞ്ഞത്. അതാണ് ആ മുട്ടയടിയും ചെവിയിൽ കടുക്കിനിടലൊന്നും റിയാസ് ഏറ്റെടുത്തിട്ടില്ല. അല്ല, റിയാസ് അത് ഏറ്റെടുക്കാൻ കഴിയുകയുമില്ല. അത് PV അൻവറിന് മാത്രം സാധ്യമാകുന്ന ടൈപ്പ് വെല്ലുവിളിയാണ്. PA മുഹമ്മദ് റിയാസ് ഞാൻ മുട്ടയടിക്കും, ഞാൻ പുള്ളി കുത്തും എന്ന് വെല്ലുവിളിക്കോ? നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ PV അൻവറിന് പറ്റും. പക്ഷെ മാറ്റി പറഞ്ഞല്ലോ, അവസാനെത്തിയപ്പോഴേക്ക് പ്രതികരണം മാറി. ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ സമയത്ത് വളരെ ഡ്രൈ ആയിരിക്കുമ്പോ ഇത്തരം പ്രസ്താവനകളും ഇത്തരം വെല്ലുവിളികളും കെ മുരളീധരൻ പറഞ്ഞില്ലേ, ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരു അനക്കമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് UDF തന്നെ ശരിക്കും ഞങ്ങള് ഇതൊരു ട്രിക്കാണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് ആണെന്നാണ് പുള്ളി പറയുന്നത്. തൃശ്ശൂര് വെടിക്കെട്ടില്ലല്ലോ, അപ്പൊ ഇത് അല്ല, തക്കിന് കെ മുരളീധരനെ പറഞ്ഞോ പറയിപ്പിക്കരുത്. നമ്മൾ പറയുമല്ലോ, നമ്മൾ സാധാരണ ഒരു നാടൻ ഭാഷയിൽ പറയുമല്ലോ, പറയിപ്പിക്കല്ലേ. എന്തായാലും പക്ഷേ ഒരു ബ്രേക്ക് പറയാം നമുക്ക്. അപ്പൊ കോൺഗ്രസിന്റെ പ്രതീക്ഷ 2 മണ്ഡലങ്ങളാണ് നിലവിൽ UDF കയ്യിലുള്ളത്. അത് തന്നെ വടകരയിൽ രമയും അതോടൊപ്പം കൊടുവള്ളിയിൽ ലീഗുമാണ്. അപ്പോൾ കോൺഗ്രസിന് സീറ്റുകൾ വർദ്ധിപ്പിക്കണം. 20 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അതെന്തായാലും മാറ്റം വരാൻ പോകുന്നു. 5 പതിറ്റാണ്ടിന് ശേഷം നാദാപുരത്ത് അഭിജിത്ത് ജയിക്കുക എന്നൊക്കെയാണ് ചോദ്യം. നമുക്ക് തിരിച്ചെത്താം.